തരാമുക്ക്. ആര്യച്ചയുടെ ആ നോട്ടത്തിൽ എന്തോ ഒരു പന്തികേടില്ലേ? നിത്യേച്ചി ചായ. എന്റെ കാല് അത് പൊളിച്ചു. ചേച്ചി കൊടുത്തു. ഈ കളി കൊള്ളാം. അയ്യോ നിത്യ എന്താ ഒരു കാലിലേക്ക് ചായ വീണോ? നല്ല വേദനയുണ്ട്. ഇങ്ങ് കാണിച്ചേ, പൊള്ളിയൊന്ന് നോക്കട്ടെ. എന്റെ കൈ. ആരു എന്നാ പറ്റിയേ? കൈ കാണിച്ചേ നോക്കട്ടെ. ദൈവമേ, ഇത് മൊത്തം മുറിഞ്ഞല്ലോ. നീ എന്നെ കാണിച്ചത് അതിപ്പോ? അത് പിന്നെ ചില്ല് പൊട്ടിയതെടുത്തതാ. അങ്കി അല്ല അങ്കി, എന്റെ കാല് അങ്കി. ശൂശു. അതെ നിത്യച്ചി, നമ്മൾ എന്തിനാ വെറുതെ അവരെ ശല്യപ്പെടുത്തുന്നത്? അവരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. എന്താ ആരും ഇത്? ഇപ്പോഴൊരു കുട്ടിയെന്നാണോ നിന്റെ വിചാരം? ഇങ്ങനെ നീ ഒന്നും ശ്രദ്ധിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി എങ്ങനെയാരും? ഇപ്പം നീ ഇത് മുറിഞ്ഞ കണ്ടില്ലേ? ഞങ്ങളാരും ഇല്ലെങ്കിൽ പിന്നെ നീ എന്നാ ചെയ്യണേ? ആദു പോയി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തോണ്ട് വന്നേ. നീ എന്തിനാ ആ ചായ അവളുടെ മേത്തേക്ക് ഒഴിക്കാൻ പോയേ? അതുകൊണ്ടല്ലേ ഇപ്പം കൈ മുറിഞ്ഞ്. അപ്പം ചേച്ചിയുടെ മോന് മനസ്സിലായി അവളുടെ മേത്തേക്ക് ഒഴിച്ചേന്ന്. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നീ ഈ ജന്മത്ത് നന്നാവൂല. പോടാ പട്ടി. എല്ലാരും ഉണ്ടല്ലോ, അപ്പൊ പിന്നെ എളുപ്പമായി. എല്ലാരും ഒരുമിച്ച് കിട്ടിയിട്ട് നിനക്ക് എന്ത് കാണിക്കാനാ? അല്ലമ്മേ, നമ്മളെല്ലാരും ഒരുമിച്ച് കൂടിയിട്ട് കുറെ നാളായല്ലോ. അപ്പോ ഒരു ചെറിയ എൻജോയ്മെന്റ് ഒക്കെ വേണ്ടേ? അലക്സ, ടേൺ ഓൺ ദ മ്യൂസിക്. അലക്സ? ഏത് അലക്സ? ആ, നീയാണ് എന്റെ അലക്സ. പോയി പാട്ടിട്. కోకా కొడితే కొరకొరమంటూ చూస్తారు. పొట్టి పొట్టి కౌని వేస్తే పట్టి పట్టి చూస్తారు. కోకా కాదు కౌను కాదు, కట్టులోన ఏముంది? మీ కళ్ళల్లోనే అంతా ఉంది. మీ మగ బుద్ధి వంకర బుద్ధి. అంటవా అమ్మవా, అంటవా అమ్మవా, అంటవా అమ్మవా, అంటవా అమ్మవా. പിന്നെ ഈ വക കുട്ടികളിക്കുന്നത് എന്നെ കിട്ടത്തില്ല. അങ്കി മര്യാദയ്ക്ക് വന്ന് കളിച്ച് ഞങ്ങളൂടെ. അവന് കളിക്കാൻ ഇഷ്ടമല്ലെന്നല്ല പറഞ്ഞ, പിന്നെ എന്തിനാ നിർബന്ധിക്കുന്നേ? ദേ ഞാൻ എത്തി, പാട്ടിട്. ഇതൊക്കെ നമ്മുടെ വയറ്റിൽ നിന്ന് വന്ന സാധനങ്ങളാണോ? അങ്ങനെ ഒരു അബദ്ധം പറ്റി. ഇനി സഹിക്കാന്നല്ലാതെ എന്ത് ചെയ്യാൻ? അന്ന് വല്ല വാഴയും വെച്ചാ മതിയായിരുന്നു. സത്യം, ഒരു കൊല പഴമെങ്കിലും കിട്ടിയാന്. അവൾ എന്നോടൊന്ന് കാല് പിടിച്ച് പറഞ്ഞത് കിടന്ന് ഉറങ്ങാമെന്ന്.
മര്യാദയ്ക്ക് അവള് പറയുന്ന കേട്ടാ മതിയായിരുന്നു. എന്റെ പൊന്നേച്ചി, കുടുംബത്തിലെല്ലാത്തിനും വട്ടാ. അത് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. ആരും പേടിക്കണ്ട, ശരിക്കുള്ള കലാപരിപാടികൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇതിനൊരു അന്ത്യമില്ലേ എന്റെ ദൈവമേ. അതേട്ടാ, കമോൺ, ഫസ്റ്റ് നമ്മള് അവരുടെ രണ്ടും കയറാൻ പറ. മനുഷ്യൻ മര്യാദയ്ക്ക് എൻ്റെ കൂടെ പാടാൻ വന്നോ? പിന്നെ എന്ന് വെച്ചാൽ റിമി ടോമി ആണോ ശ്രേയാ ഘോഷാലാണോ എന്നൊക്കെ നോക്കിയിരുന്ന് കാണു കൊച്ചേ. മഴ ചാറി പെയ്യുമ്പോൾ മഴവില്ലിൻ കുട ചൂടി നാം എങ്ങോ പോകുമ്പോൾ പുഴയന്റെ കളിയാക്കി മണിമാരാ നിന്മാറിൽ തലചായും നേരത്തിൻ അകതാരിൽ നാണത്തിൻ മേളങ്ങൾ കേൾക്കുന്നേ. എൻ പ്രാണനാഥനായി നീ ചാരത്തെത്തുമ്പോൾ നാം ആടിപ്പാടും പാട്ടിൻ നീണം കാറ്റുമ്പോഴുന്നു കാലത്തെ ഈ നെഞ്ചിനുള്ളിൽ ആരാധിക്കും പൂജാവിൽ തമ്മി. സത്യം, നീ കുറെ നാളായിട്ട് പാടാത്തോണ്ട് ഞങ്ങൾ വിചാരിച്ച ടച്ചൊക്കെ വിട്ടുപോയി കാണുമെന്ന്. അതല്ലേ അങ്ങനെ വരുവുള്ളൂ എൻ്റെ അല്ലേ നീത്തി. ഓ പിന്നെ 4 പേര് പാട്ട് പാടാനാണ് ഇക്കിടെന്ന് പറയുന്നതൊക്കെ. അസൂയക്കും കുശുമ്പിനും മരുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ആ മരുന്നിന്റെ ഡോസൊന്നും ഇവളിലേക്കൂല. അത് സത്യ, അതിന് വലിയ കൂടിയ മരുന്നും വേണം. എന്റെ മോക്ക് എന്റെ എല്ലാ കഴിവും കിട്ടിയിട്ടുണ്ട്, ഒന്നുപോലും വിടാതെ. അയ്യടി മനമേ, ഒന്ന് പോടി അവിടെ നിന്ന്. അവക്ക് എന്റെ കഴിവാ കെട്ടിയാക്കണേ. ഞാനല്ലേ നിന്നെക്കൂടെ നന്നായിട്ട് പാട്ട് പാടുന്ന ആളിവിടെ. നിങ്ങളുടെ കഴിവോ? നിങ്ങളുടെ എന്ത് കഴിവ്? 24 മണിക്കൂറും കിടന്ന് ഉറങ്ങണ കഴിവോ? അത് മൂക്ക് മുട്ടിയിരുന്ന് തിന്നണ കഴിവോ? അത് നിന്റെ മെറ്റവനോട് പോയി പറ. എന്റെ മെച്ചവനോ? എന്റെ ഏത് മെറ്റവൻ? രണ്ടുപേരുടെയും വഴക്ക് പിടിച്ചാൽ മതി, പിള്ളേര് പാടണ കേൾക്കാം. ഇനി അടുത്ത പാടാൻ പോകുന്ന നിങ്ങൾ ഇതുവരെ ആളുടെ പാട്ട് കേട്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാ. ഓക്കെ, ലെറ്റ്സ് വെൽക്കം മൈഥിലി ആൻഡ് അർജുൻ ടു ദ സ്റ്റേജ്. മൈഥിലിയോ? അവള് പാടുവോ? ചിലച്ചു പറന്നിടേണ്ട, കുലുങ്ങി കുലുങ്ങി നടന്നിടേണ്ട, പതഞ്ഞു പതഞ്ഞു പൊങ്ങിടേണ്ട, അതിനു വെച്ച വെള്ളം മാറ്റണോ, അതിനു വെച്ച വെള്ളം മാറ്റണോ. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ, ഈ തൊട്ടുനോട്ടം ഇഷ്ടമല്ലടാ. കാര്യമില്ലടാ, ഒരു കാര്യമില്ലടാ, എന്റെ പിറകെ നടന്ന് കാര്യമില്ലടാ. കൊച്ചു കള്ളനെ എടാ എടാ, വേണ്ട മോനെ വേണ്ട മോനെ വേണ്ട മോനെ വേണ്ട മോനെ. അജുവേട്ടന്റെ ലൈഫും ആ പാട്ട് സെയിം സിറ്റുവേഷൻ അത് ആർക്കും മനസ്സിലാവത്തില്ല. അതെ, മനസ്സിലാവാത്ത പോലെ ഇരിക്കാം. എന്നാലും ഇത്ര പെട്ടെന്ന് കറക്റ്റ് പാട്ടെങ്ങനെ അവൾ ഒപ്പിച്ചു? ഇതെന്തോ ചേച്ചി, ഇത് ഈ വീട് മൊത്തം കഴിവേറുകളാണല്ലോ. സത്യം, നമ്മൾ വന്ന് ചാടിയതൊരു കലാകേന്ദ്രയിലേക്കാണ്, ഞാൻ അറിഞ്ഞില്ല മോളെ. അവള് കഴിവേറുകളെന്ന് പറഞ്ഞാൽ നമ്മളെയാണോ? എന്തായാലും കേൾക്കാത്ത പോലെ ഇരിക്കാം. ചേച്ചി, അവര് തമ്മിൽ എന്തോ ഒരു ഡിങ്കോൾ ഫീലില്ലേ? എനിക്കെന്തോ ഒരു പന്തികേട് മണക്കുന്നു. ആ പാട്ടിൻ്റെ ലിറിക്സും അവരുടെ ഒരു രീതിയും ബാക്കിയുള്ളവരുടെയൊക്കെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ ശ്രദ്ധിച്ചിട്ട് അവർ തമ്മിൽ എന്തോ ഉണ്ട്. അത് തന്നെയാണ് ഞാനും നോക്കുന്നത്. അവർ തമ്മിൽ എന്തോ ഉള്ള പോലെ. നമുക്ക് കണ്ടുപിടിക്കാം. ആരും പോവരുത്, ഇവിടെ പാട്ട് തീർന്നിട്ടില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒരു ടീമിൻ്റെ പാട്ട് കൂടിയുണ്ട്. ആരു സെറ്റല്ലേ? ദൈവമേ, ഇനി ഇവരെന്തിനുള്ള പുറപ്പാണ്? ദൈവത്തിനറിയാം. എനിക്കൊന്നും അറിയാൻ പാടില്ല ഇവരെന്നെ കിടന്ന് കാണിക്കുന്നതെന്ന്. അതിനെനിക്ക് പാടാനറിയോ? ആണ്ട അടക്കണ ചട്ടിയെങ്കിലും. അപ്പം ഈ പെണ്ണുമ്പിള്ളി ഇതുപോലും അറിയാതെയായിരുന്നു എത്ര നാൾ അങ്കേട്ടനെ സ്വന്തമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ കടന്നുകൊണ്ടിരുന്നേ. മോശം മോശം, വളരെ മോശം. பார்த்த விழிகள்
பார்த்த நொடிகள் கேட்டாலும் வருமா கேட்காத வரமா இது போதுமா இதில் அவசரமா இன்னும் வேண்டுமா அதில் நிறைந்திடுமா நாம் பார்த்த நாள் நம் வசம் வருமா உயிர் தாங்குமா என் விழிகளின் முதல் வலி நிஜமடி பெண்ணே தொலைவீரில் உன்னை நிலவீரில் கண்ணே நடமாட வலிமடி பெண்ணே வரைமுறை இல்லை வதைக்கிறாய் என்னை மெதுவாக എടി അങ്കേട്ടൻ ഇത്ര നന്നായിട്ട് പാടുകാരൻ നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. അതിന് ഞാൻ തന്നെ ഇവിടെ അറിഞ്ഞ അപ്പോഴാണ് നിന്റെ അടുത്ത് പറയണ. പോടി, ഇത്ര നാൾ കൂടെ നിനക്കറിയില്ലായിരുന്നു ഇക്കാര്യം. ഇത്രയും ചെറിയ കാര്യം പോലും അറിയാതാണോ നീ അങ്ങനെ വളയ്ക്കാൻ പോകുന്നേ? അങ്കേട്ടൻ ഒത്തിരി നാൾ കൂടി പാടിയതെന്നേ പറയില്ല. നല്ല രസമുണ്ട് സത്യം. എത്ര നാൾ കൂടിയിട്ട് അങ്കേട്ടനൊരു പാട്ട് പാടുന്നേ? എങ്ങനെയുണ്ട്? ആസ് എക്സ്പെക്റ്റഡ്, നന്നായിട്ട് പാടി രണ്ടുപേരും. സത്യം, നിങ്ങൾ രണ്ടുപേരും എത്ര വർഷങ്ങൾ കൂടി പാടുന്നതാ ഒരു പാട്ട്, അത് ഒരുമിച്ച്. അതെ മോളെ, അമ്മയ്ക്ക് സന്തോഷമായി. എത്ര നാളായി എന്നറിയാം ഞങ്ങൾ നിങ്ങൾ ഒരുമിച്ച് പാടുന്നെങ്കിൽ കേൾക്കാൻ കാത്തിരിക്കണു. ആരൊക്കെ എൻ്റെ പാട്ട് നല്ലതെന്ന് പറഞ്ഞാലും ആരൊക്കെ എന്നെ പുകഴ്ത്തിയാലും പ്രശംസിച്ചാലും അതൊന്നും അവൻ പറയുന്ന അത്ര ആവില്ലല്ലോ അമ്മേ. അവനെന്നും എൻ്റെ മോനല്ലേ. മതി എല്ലാവരും കണ്ടും നോക്കിയിരുന്നത്. എല്ലാവരും വന്നേ ഭക്ഷണം കഴിക്കാം. അങ്കി ആദ്യേട്ടാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. അല്ലടി ചേച്ചി, അയാൾ ആരുടെ കാര്യമാണ് പറഞ്ഞത്? ആടി എനിക്ക് മനസ്സിലായില്ല. നമുക്കങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. കണ്ടുപിടിക്കാൻ അങ്കേട്ടൻ്റെ അടുത്തേക്കാന്ന് ചെല്ല്. കൈയും മടക്കി ഒറ്റ ഒരെണ്ണം തരും. കുറച്ചുകൂടി വെച്ചിക്കോറാ, എന്നാലും അവള് കേൾക്കോളൂ. അതിൻ്റെ ആവശ്യമില്ല. അവൾ അങ്കേട്ടൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ട് ചെല്ലട്ടെ. ബൗളൊന്നെടുത്ത് തരാവോ? കഴുത്ത് വല്ലാതെ വേദന എടുക്കുന്നു. നമ്മുടെ മോള് കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്, അതിലവൻ വീഴുന്നുമുണ്ട്. ഇതൊന്നും നമ്മുടെ ഭാര്യമാര് കാണുന്നില്ലല്ലോ. നമുക്കിതൊന്നും അറിയാത്ത പോലെ ഇരിക്കാം. അവര് പൊട്ടന്മാരായോണ്ട് വിശ്വസിച്ചോളും. മക്കളെ, ആ നിത്യേനെ ഒന്ന് നോക്കിയടാ. ആൻറ്റി, എനിക്ക് ഭക്ഷണം മതി. എനിക്ക് ചെറിയൊരു തലവേദന പോലെ. ഞാൻ കുറച്ചു നേരം പോയി കിടക്കട്ടെ. കാണുന്ന കാഴ്ച ഇതാണെങ്കിൽ തലവേദനയൊക്കെ വരും. മോളെ, വയ്യെങ്കിൽ പോയി കിടക്കാൻ നോക്ക്. അമ്മ, എനിക്ക് മതി, ഞാനും പോവാട്ടോ. ഇതുങ്ങൾക്കൊക്കെ ഇതെന്നാ പറ്റിയേ? ഫുഡും വേണ്ടേ? എന്താന്ന് വെച്ചാ കാണിക്കേ. ഈ മുറിയിലേക്ക് കയറിയപ്പോഴെന്താ ഒരു നിരാശാകാമുകിയുടെ മണം? ആരാധ്യ, എന്താ എൻ്റെ ഉദ്ദേശം? ഇതെന്താ ദേഷ്യോ? പുതിയ ഭാവമൊക്കെ മുഖത്ത് നോക്കി. ആരാധ്യ, ഞാൻ നിന്നോട് മര്യാദയ്ക്കാണ് സംസാരിക്കുന്നത്. എന്നെ മര്യാദയ്ക്ക് ദേഷ്യം പിടിപ്പിക്കാതെ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. എന്താ മോളുടെ ഉദ്ദേശം? ചേച്ചി മര്യാദയ്ക്ക് എന്നോട് ചോദ്യം ചോദിക്കുമായിരുന്നോ? എന്നാൽ നേരത്തെ പറയണ്ടേ? ഇനി ചോദിക്കുക, ഞാൻ കറക്റ്റായിട്ട് ഉത്തരം പറയാം. എനിക്കറിയാം, എനിക്ക് അങ്കിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം നിനക്കറിയാമെന്ന്. കൊച്ചു കള്ളി കണ്ടുപിടിച്ച് കളഞ്ഞു. ആരാധ്യ, ഞാൻ നിന്നോട് മര്യാദയ്ക്ക് ചോദിക്കുന്നത്, നിനക്ക് അങ്കിനെ ഇഷ്ടമാണോ? ആണെങ്കിൽ നീ ആ മോഹം അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി.
കാരണം അവൻ എനിക്കുള്ളതാ, എൻ്റെ മാത്രം. എൻ്റെ അറിവിൽ അങ്കീനെ ഇവിടെ നിനക്ക് തീരെ എഴുതി തന്നിട്ടൊന്നുമില്ല. ഓ, വന്ന് വന്ന് ഏട്ടാന്ന് വിളിച്ചിട്ട് അങ്കീന്നും ചേച്ചിന്ന് വിളിച്ചതിൻ്റെ നീന്നൊക്കെ ആയി. അപ്പോൾ ഇത്രേ ഉള്ളൂ നിൻ്റെ റെസ്പെക്റ്റൊക്കെ അല്ലേ? എൻ്റെ ജീവിതത്തിലാകെ ഞാൻ 2 പേർക്ക് റെസ്പെക്റ്റ് കൊടുക്കാറുള്ളൂ. ഒന്ന് എന്നേക്കാളും മൂത്തവർക്കും, പിന്നൊന്ന് അർഹിക്കുന്നവർക്കും. ഇത് രണ്ടും എന്തായാലും നിനക്കില്ല. അപ്പോൾ പിന്നെ അതെന്തായാലും നിനക്ക് തരേണ്ട ആവശ്യമില്ലല്ലോ. സോ മോളെ റെസ്പെക്റ്റ് എന്നുള്ള ഭാഗമൊക്കെ അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് വേഗം ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്ക്. കാരണം അങ്കി ഒരിക്കലും നിൻ്റെ ആവില്ല. അവനത് സാധിക്കില്ല. ഇനി അവനത് കഴിഞ്ഞാൽ തന്നെ ഞാനതിനെ സമ്മതിക്കത്തില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? അത് മാത്രമല്ല, അവൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സ്ഥാനമില്ലാന്നും അവനെന്നെ തിരഞ്ഞെടുക്കില്ല എന്നും പറയാൻ നിനക്കെന്താ അവകാശമുള്ളത്? നീ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ഞാനവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ, എനിക്കെന്ത് കുറവുള്ളത്? അത് ഞാനാണോ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ. കാരണം അവൻ്റെ ജീവിതത്തിൽ അവനേക്കാളും അവകാശം എനിക്കാണ്. അവകാശം മാത്രമല്ല, അധികാരം. അവൻ്റെ ലൈഫിൽ എന്ത് തീരുമാനം എടുക്കാനുള്ള അവകാശം, അധികാരം എനിക്ക് മാത്രമേ അവൻ തന്നിട്ടുള്ളൂ. ഇനി എനിക്ക് മാത്രമേ ഉണ്ടാവുകയും ചെയ്യുള്ളൂ ഭാവിയിൽ. പിന്നെ ഞാൻ ആരാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ചോദ്യമല്ലേ. അങ്കിയില്ലാതെ ഞാൻ അവൻ്റെ ആരാന്നൊക്കെ നിങ്ങളോട് പറയുന്നത് എങ്ങനെയാണ്? ഒന്നില്ലല്ലോ, നിങ്ങളൊക്കെ അങ്കിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ എന്നേ. പിന്നെ മോളെ, നീ എന്താ അങ്കിക്ക് ചേരാത്തേന്ന് ഞാൻ പറയട്ടെ. കാരണം നീ ഈ വീട്ടിലെ മരുമോൾ സ്ഥാനവും ഈ വീട്ടിലെ സ്വത്തും പണവും പ്രശംസയൊക്കെ കണ്ടു വന്നയാളായതുകൊണ്ട്. മറിച്ച് നീ അങ്കീനെ മനസ്സുകൊണ്ട് സ്നേഹിച്ച് അവനോടുള്ള പ്രേമം കൊണ്ട് വന്നതായിരുന്നെങ്കിൽ എന്നേ ഞങ്ങളെല്ലാവരും പിടിച്ച് നിന്നെ കെട്ടിച്ചേനെ അങ്കിയായിട്ട്. അതെ, നീ പറഞ്ഞാൽ ശരിയാ. എനിക്ക് അങ്കിയോടുള്ള പ്രേമം കൊണ്ടൊന്നുമല്ല എനിക്ക് അവനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത്. ഈ വീട്ടിലെ താക്കോല്, ഈ വീട്ടിലെ സ്വത്തും അധികാരവും എല്ലാം ഈ വീട്ടിലെ മൂത്ത മരുമകൾക്കുള്ളതാണ്. അതായത് ഈ വീട്ടിലെ മൂത്ത പുത്രൻ്റെ ഭാര്യയ്ക്കുള്ളത്. അതൊന്നും എനിക്ക് വേണമെന്ന് അവനെ പരിചയപ്പെട്ട അന്ന് തൊട്ടുള്ള എൻ്റെ ആഗ്രഹം. അത് ഞാൻ നേടിയെടുത്തിരിക്കും. പിന്നെ നീ ഈ പറയുന്നതൊക്കെ അവൻ വിശ്വസിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? അവൻ നിൻ്റെ ഈ വാക്കുകൾക്ക് കേട്ടിട്ട് എന്നെ ഒരു ശത്രുവായിട്ട് കാണുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്നെ അവൻ ശത്രുവായിട്ട് കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും ഈ കാര്യം അങ്കി അറിയും. മാത്രമല്ല, അങ്കി നിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ സമ്മതിക്കത്തില്ല. പിന്നെ മോളുടെ ഒരു അറിവിനായിട്ട് ഞാനൊരു കാര്യം പറയാം. ഈ വീട്ടിലെ മുഴുവൻ സ്വത്തും ഈ വീട്ടിലെ മൂത്ത മരുമകൾക്ക് മാത്രമല്ല പോകുന്നത്, ഈ വീട്ടിലെ മൂത്ത മകൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അതായത് ഈ വീട്ടിലെ മൂത്ത മകളെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ, എൻ്റെ അമ്മയ്ക്കും ഈ വീട്ടിലെ മൂത്ത മരുമകൾ, അതായത് അങ്കിയുടെ അമ്മ, ഇവർക്ക് 2 പേർക്കും ഇവിടെ ഒരേപോലെ അവകാശമായി. വീട്ടിൽ ഇവിടുത്തെ ആണുങ്ങളായ എൻ്റെ അച്ഛനും അങ്കിയുടെ അച്ഛനും പോലും ഇത്ര അവകാശം ഈ കുടുംബത്തിലില്ല. പക്ഷേ അത് ഇവിടുത്തെ മൂത്ത മരുമകളും മൂത്ത മകളുമായ എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഭാവി അമ്മായിയമ്മയ്ക്കും അവകാശപ്പെട്ടതാണ്. ഭാവി അമ്മായിയമ്മയോ? ശോ, പോടുന്നു, എനിക്ക് നാണം വന്നു. നിനക്ക് തോന്നുന്നുണ്ടോ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ എന്നെ ഉപേക്ഷിച്ചിട്ട് നിന്നെ അവൻ കല്യാണം കഴിക്കുമെന്ന്? അതിലെന്തേലും സംശയം ഉണ്ടോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടേ? ആ, ദേ വന്നല്ലോ നിന്റെ രഹസ്യ കാമുകൻ. അങ്കി, നീ ഇവള് പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. ഇവള് മൊത്തം കള്ളാ പറയുന്നത്. അങ്കി, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് അവളിങ്ങനെ ഓരോന്നും പറയുന്നേ. അല്ലെങ്കിൽ നിന്റെ ഓരോ കാര്യങ്ങൾ പറയാൻ അവൾക്ക് എന്താ അവകാശമുള്ളേ? പിന്നെ എൻ്റെ ജീവിതത്തിൽ തീരുമാനം എടുക്കാൻ എൻ്റെ ഭാര്യയ്ക്കല്ലാതെ നിനക്കാണോ അവകാശമുള്ളത്? ഭാര്യയോ? നീ എന്തൊക്കെയാ അങ്കി പറയുന്നേ? ആ, എന്താ സുഖം അത് കേൾക്കാൻ. അതേലോ, ഞാൻ അങ്കിയുടെ സ്വന്തം ഭാര്യ, മിസ്സിസ് ആരാധ്യ അങ്കിത് മേനോൻ. ഒഫീഷ്യലി ആൻഡ് ലീഗലി മാരീഡ് ഫോർ 3 years. പിന്നെ സീക്രട്ട് കൂടിയാണേ. അതെങ്ങനെ ശരിയാവും? ഇത് നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല. എൻ്റെ പൊന്ന് ബെസ്റ്റ് ഫ്രണ്ടേ, നിൻ്റെ ഉദ്ദേശം ഇതാന്ന് എനിക്ക് പണ്ടേ മനസ്സിലായ കാര്യമാണ്. പിന്നെ നിന്നോടും എൻ്റെ അനിയനെ വളയ്ക്കാൻ നിൽക്കുന്നതേ അവളോടും കൂടി എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ 2 ഈ വീട്ടിലെ സ്വത്തും പണം അധികാരമൊക്കെ മോഹിച്ച് വന്നവരല്ലേ. ഇനി ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. ഈ വീട്ടിൽ സ്വത്തും പണമൊക്കെ അധികാരത്തിൽ വരാൻ ആകെ 2 പേർക്ക് മാത്രമേ അവകാശമുള്ളൂ. ഒന്ന് ഈ വീട്ടിലെ മൂത്ത പുത്രിക്കും മൂത്ത പുത്രൻ്റെ ഭാര്യയ്ക്കും. അങ്ങനെ നോക്കിയാൽ ഈ വീട്ടിലെ മൂത്ത പെൺകുട്ടി ആരാധ്യ, എന്നേക്കാൾ 2 വയസ്സിന് മൂത്തത്. ഇനി അടുത്തത് ഈ വീട്ടിലെ മൂത്ത ആൺകുട്ടിയുടെ ഭാര്യ, അതായത് മൂത്ത മരുമകൾ.
അതും ആരാധ്യ. കാരണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞല്ലോ, അവളിപ്പോൾ എൻ്റെ ഭാര്യയല്ലേ. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്വത്തും അവകാശവും ആരാധിക്കാൻ പോകുന്നേ. സോ മോള് ഈ വീട്ടിൽ കിടന്ന് ചുറ്റിത്തിരിയാതെ വേഗം വീട്ടിലേക്ക് പൊക്കോട്ടോ. കാരണം നീ ഇവിടെ ഒരു ഡോക്യുമെൻ്ററി ചെയ്യാനും ഒരു തേങ്ങാക്കൊലയ്ക്കും അല്ല വന്ന് എനിക്കും ഈ നിൽക്കുന്ന രണ്ടെണ്ണത്തിനും, നിനക്ക് മാത്രമല്ല ഈ വീട്ടിലുള്ള എല്ലാവർക്കും നന്നായിട്ടറിയാം, അമ്മമാർക്കൊഴിച്ച്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് രണ്ടെണ്ണം ഇവിടെ നിന്ന് കെട്ടും പാണ്ടമൊക്കെ എടുത്തിട്ട് ഇറങ്ങിക്കോണം. ഇനി എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കരുത്. പിന്നെ ഈ ഉദ്ദേശം കൊണ്ട് ഇനി നിങ്ങൾ രണ്ടെണ്ണവും ഞങ്ങളുടെ ഈ കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരാളുടെ പുറകെ വന്നു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നത്. വാടി പോവാം. നിത്യ അവിടെ ഒന്ന് നിന്നേ. കൊടുത്ത് ശുഭം. ഇതെന്തിനാന്നറിയോ? എനിക്കറിയത്തില്ല, ഒരു സുഖത്തിന് തന്നതാ. എവിടെ പോണു? അവിടെ നിന്നേ. അത് വേട്ടം പൊട്ടിച്ചു, അത് കലക്കി. ഇതെന്തിനാന്ന് മനസ്സിലായോ? ഇത്ര നാളും എൻ്റെ പേര് പറഞ്ഞ് എൻ്റെ പെണ്ണിനെ കളിയാക്കിയേന്. ചേച്ചി, ഞാൻ കേൾക്കുന്നതന്നല്ല നിങ്ങളും കേൾക്കുന്നേ. അവൻ എൻ്റെ പെണ്ണെന്ന് തന്നെയല്ലേ പറഞ്ഞേ. പട്ടി എന്നോട് പറഞ്ഞില്ല. നിതു വാ പോവാം. അയ്യോ ചേച്ചി നിങ്ങളും പോവാണോ? എൻ്റെ അവകാശാധികാരമൊന്നും വേണ്ടേ? മതിയടി വിട്ടാര പാവങ്ങള്. നിങ്ങളെപ്പോഴാണ് ഞങ്ങളുടെ പുറക്കെ റൂമിലേക്ക് വന്നേ? ഞങ്ങള് മാത്രല്ല, തേ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. മുറ്റത്തൊരു മൈന. തള്ളേ അച്ഛൻ. അഞ്ചിനി അച്ഛനെ പറഞ്ഞ മനസ്സിലാക്ക്. അപ്പത്തേക്ക് ഞാൻ പോയി ഷോപ്പട്ടിക്ക് ഓർഡർ ചെയ്തിട്ട് വരാം. പൂടി കണ്ണിച്ചോരില്ലാത്തവളെ. അങ്കി, ഈ കേട്ടതൊക്കെ സത്യമാണോ? അത് പിന്നെ അച്ഛാ, എൻ്റെ അച്ഛനാണ്, അമ്മയാണ്, ഈ നിൽക്കുന്ന എൻ്റെ ഭാര്യയാണ് സത്യം. എനിക്കിതിലൊന്നും ഒരു പങ്കുമില്ല. അല്ലേട്ടാ, ഈ മാതാപിതാ ഗുരു ദൈവം ഞാൻ കേട്ടിട്ടുണ്ട്. ഇതേതു ശ്ലോകം? നീ എൻ്റെ തന്നെ അനിയനല്ലേ? ഓ പിന്നെ ഞങ്ങളാണല്ലോ താലി എടുത്തതായിട്ട് കെട്ടടാന്നും പറഞ്ഞ് കെട്ടിച്ചത്. എൻ്റെ പൊന്നച്ച ഇങ്ങേര് പറയണൊന്നും വിശ്വസിക്കണ്ട. ഇങ്ങേരായിട്ട് പോയി കെട്ടിക്കൊണ്ട് വന്നതാ ചേച്ചീനെ. എന്നിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കണമായിരിക്കും അത് അല്ലേ? വിശ്വസിച്ചാൽ കൊള്ളാം. ആരു മോളെ, നീയല്ലേ ഈ കൂട്ടത്തിൽ ഏറ്റവും മൂത്തത്. എന്നിട്ട് എന്താ ഇതൊക്കെ? എന്താ നിങ്ങളൊക്കെ ഈ പറയുന്നേ? അത് പിന്നെ അച്ഛ, ആ സാഹചര്യത്തിൽ വേറെ വഴി ഉണ്ടായിരുന്നില്ല ഇതല്ലാതെ. അതുകൊണ്ട് അങ്കിക്ക് എന്നെ കല്യാണം കഴിക്കേണ്ടി വന്നേ. അപ്പോൾ ആ സാഹചര്യത്തിൽ പറ്റിയതാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങളങ്ങ് ഡിവോഴ്സ് ചെയ്യുക. അപ്പോൾ പിന്നെ പ്രശ്നം തീരുമല്ലോ. ആ ഒരു സിറ്റുവേഷനിൽ വേറെ വഴിയില്ലാത്തതുകൊണ്ടല്ലേ. ഇപ്പോൾ പിന്നെ ഞങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ ഡിവോഴ്സിൻ്റെ കേസ് ഫയൽ ചെയ്യാം. എന്തു പറയുന്നു? ഡിവോഴ്സോ? അതൊന്നും പറ്റത്തില്ല. അത് തന്നെ, ഡിവോഴ്സ് എന്നൊക്കെ അങ്ങ് വള്ളിയിൽ പോയി പറഞ്ഞാൽ ഞാനാ കൊടുക്കത്തില്ലേ പ്രാന്തന ഡിവോഴ്സ്. അതിനൊരു റീസൺ കാണുമല്ലോ. അതെന്താ? അതിപ്പോൾ റീസൺ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്താ പറയുക, പറഞ്ഞ് കഷ്ടപ്പെടണമെന്നില്ല. ഞങ്ങൾക്കറിയാം എൻ്റെ റീസൺ എന്താണെന്നൊക്കെ. ഷോ കൊച്ചു കള്ളൻ, ഇതൊക്കെ അറിഞ്ഞു വെച്ചോണ്ടായിരുന്നു അപ്പോൾ ഇത്ര നേരം ചോദ്യം ചോദിച്ചല്ലേ. ഇവിടെ ഒരു 5 മിനിറ്റ് വാടച്ച് മിണ്ടാണ്ടിരിക്കേ. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് നിൽക്കുന്ന നോക്കി ഒന്നും അറിയാത്ത പാവങ്ങളെ പോലെ രണ്ടെണ്ണം. അല്ലേലും ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു ഈ കാര്യമൊക്കെ. ഓ അപ്പം ഈ മണ്ടനായിരിക്കും പറഞ്ഞത്. മണ്ട നിൻ്റെ അച്ഛൻ. അയ്യോ, അച്ഛനെ അല്ല ഉദ്ദേശിച്ചേ. പിന്നെ ഞാനല്ലാതെ നിനക്ക് വേറെ ഏതെങ്കിലും തന്തയുണ്ടോടാ? അതിപ്പോൾ അമ്മയോട് ചോദിച്ചതല്ലേ അറിയുള്ളൂ. ഞങ്ങൾക്കറിയേണ്ടത് എങ്ങനെ, എപ്പോൾ, എന്തവസരത്തിൽ സംഭവിച്ചു എന്നാണ്. അത് പിന്നെ കുറച്ച് വലിയ സ്റ്റോറിയാണ്. ഇതിൽ തികയൊന്നും തോന്നണ്ട. അപ്പോൾ നമുക്ക് അടുത്തതിൽ കാണാം.